ഓസ്ട്രേലിയക്കെതിരായ 3 മത്സര ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. മഴ നിയമം പ്രകാരം ഓസ്ട്രേലിയ 7 വിക്കറ്റിന് വിജയിച്ചു. മഴ പലതവണ തടസ്സപ്പെടുത്തിയ മത്സരം 26 ഓവറാക്കി ചുരുക്കിയിരുന്നു. ഇന്ത്യ ഉയർത്തിയ 137 റൺസ് വിജയലക്ഷ്യം DLS പ്രകാരം 131. ഓസ്ട്രേലിയ 21.1 ഓവറിൽ 3 വിക്കറ്റും മാത്രം നഷ്ടപ്പെടുത്തി മറികടന്നു. ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച മിച്ചൽ മാർഷാണ് 46 റൺസ് ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറർ. ഈ വിജയത്തോടെ ഓസ്ട്രേലിയ പരമ്പരയിൽ 1-0 മുന്നിലെത്തി. മിച്ചൽ മാർഷ് കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പെർത്തിലെ ഓപ്പൺ സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് മോശം തുടക്കമാണ് ലഭിച്ചത്. ഓസ്ട്രേലിയൻ പേസർമാരുടെ കൃത്യതയേർന്ന ബൌളിംഗിന് മുന്നിൽ ഇന്ത്യൻ മുൻനിര തകർന്നടിഞ്ഞു. ഏകദിന ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ രോഹിത് ശർമ്മ 8, വിരാട് കോഹ്ലി 0, ഏകദിന ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിച്ച ശുഭ്മൻ ഗിൽ 10, ശ്രേയസ് അയ്യർ 11 എന്നിവർ പെട്ടെന്ന് പുറത്തായി. ഒരു ഘട്ടത്തിൽ 4 വിക്കറ്റിന് 46 എന്ന നിലയിൽ തകർന്ന ഇന്ത്യയെ KL രാഹുലും അക്സർ പട്ടേലും ചേർന്നാണ് ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിച്ചത്. അവസാന ഓവറുകളിൽ അരങ്ങേറ്റ താരം നിതീഷ് കുമാർ റെഡ്ഡി 11 പന്തിൽ 19 റൺസ് നടത്തിയ പ്രകടനം ഇന്ത്യൻ സ്കോർ 26 ഓവറിൽ 9 വിക്കറ്റിന് 136 റൺസിലെത്തിച്ചു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ജോഷ് ഹെയ്സൽവുഡ്, മാത്യു കുനേമാൻ, മിച്ചൽ ഓവൻ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. DLS നിയമപ്രകാരം 131 റൺസായി പുനർനിശ്ചയിച്ച വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയയ്ക്ക് ട്രാവിസ് ഹെഡിന്റെ 8 റൺസിന്റെ വിക്കറ്റ് തുടക്കത്തിലെ നഷ്ടമായെങ്കിലും ക്യാപ്റ്റൻ മിച്ചൽ മാർഷും ജോഷ് ഫിലിപ്പേയും ചേർന്ന് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. മാറ്റ് റൺഷോ 21 റൺസ് പുറത്താകാതെ നിന്നു. ഇന്ത്യക്ക് വേണ്ടി അർഷ്ദീപ് സിംഗ്, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടി. 2025 ഇന്ത്യയുടെ ആദ്യ ഏകദിന തോൽവി കൂടിയാണിത്.